വരകളുള്ള സീബ്രയെ കാണാൻ വളരെ മനോഹരമാണ്. ശാന്തശീലരായി കാണപ്പെടുന്ന ജീവി. എന്നാൽ സത്യമതല്ല. സിംഹത്തിൻ്റെ താടിയെല്ലുകൾ തകർക്കാൻ ശേഷിയുള്ള മാരക ചവിട്ട് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 20 ലക്ഷത്തോളം വരുന്ന ജീവികളുടെ മുന്നിൽ നിന്ന് നയിച്ചു നടത്തുന്ന പ്രസിദ്ധമായ ദേശാടനത്തിൻ്റെ കഥ. ജനിക്കുമ്പോൾ സീബ്രയുടെ നിറമെന്ത്? ജനിച്ചാൽ ഉടൻ അമ്മയും കുഞ്ഞും മാറി നിൽക്കുന്നതിൻ്റെ കാരണമെന്ത്? ജീവിതകാലം മുഴുവനും പല്ല് വളരാൻ കാരണമെന്ത്? നമ്മളെ വിസ്മയിപ്പിക്കുന്ന പ്രതിരോധം. സീബ്രയും കുതിരയും കഴുതയും ബ്രീഡ് ചെയ്തുണ്ടാക്കുന്ന പുതിയ ജീവി. എന്തുകൊണ്ട് മനുഷ്യന് ഇതുവരെ സീബ്രയെ മെരുക്കാൻ കഴിഞ്ഞിട്ടില്ല? ഇങ്ങനെ കൗതുകമുള്ള രഹസ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് സീബ്രയുടെ കളറ് വെളുത്ത നിറത്തിൽ കറുത്ത വരകൾ എന്നാണെന്ന്. എന്നാൽ ശാസ്ത്രീയമായി കറുത്ത നിറത്തിൽ വെള്ള വരയാണ്. മൃഗശാലകളിൽ ചികിത്സയ്ക്കായി സീബ്രയുടെ രോമം ഷേവ് ചെയ്യുമ്പോൾ കറുത്തതായാണ് കാണപ്പെടുന്നത്. എന്നാൽ ചിലർ വാദിക്കുന്നത് തൊലിയിൽ കറുപ്പും വെളുപ്പും കാണാൻ കഴിയുമെന്ന്. സീബ്ര കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നല്ല ബ്രൗൺ നിറത്തിലുള്ള വരകളും വെളുത്ത ഭാഗം ക്രീം നിറത്തിലുമായിരിക്കും. കുട്ടി വളരുന്നതനുസരിച്ച് രോമത്തിലെ മെലാനിൻ കൂടുകയും മാസങ്ങൾക്കുള്ളിൽ നമുക്ക് പരിചയമുള്ള കറുപ്പും വെളുപ്പും നിറത്തിലേക്ക് മാറും. ആഫ്രിക്കയിലെ ഉണങ്ങിയ പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ കുഞ്ഞുങ്ങളെ ഈ തവിട്ട് നിറം സഹായിക്കുന്നു. സീബ്രകളുടെ ഭക്ഷണം തേടിയുള്ള യാത്ര ലോകപ്രസിദ്ധമാണ്. ടാൻസാനിയയിലെ സെറംഗഡി മുതൽ കെനിയയിലെ മാസായി മാറ വരെ ഏകദേശം 3000 കിലോമീറ്റർ ഇരുവശത്തേക്കും ഒരു വർഷം യാത്ര നടത്തും. സീബ്രകൾ ഒറ്റയ്ക്കല്ല, വൈൽഡ് ബീസ്റ്റ് മാനുകൾ ഒക്കെ കൂടെ ഉണ്ടാകും. 20 ലക്ഷത്തോളം മൃഗങ്ങളുടെ ഈ യാത്ര നയിക്കുന്നത് സീബ്രകളാണ്. കാരണം സീബ്രകളുടെ അതിശയിപ്പിക്കുന്ന ഓർമ്മശക്തിയാണ്. അവർക്ക് എല്ലാ വഴികളും ജലാശയങ്ങളും അറിയാം. മറ്റൊരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുല്ലിൻ്റെ മുകൾ ഭാഗം സീബ്രകൾ തിന്ന് അടിഭാഗം മറ്റു ജീവികൾക്കായി മാറ്റിവെക്കുന്നു. മുന്നിൽ പോകുന്നത് കൊണ്ട് അപകടങ്ങളും ഉണ്ട്. ജലാശയങ്ങളിൽ വിശന്നു കിടക്കുന്ന മുതലകളും കരയിലെ സിംഹവും പുലികളെല്ലാം ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയും ഉള്ളതുകൊണ്ട് ഓടി രക്ഷപ്പെടാനും കഴിയും. സീബ്ര കുഞ്ഞുങ്ങൾ എങ്ങനെ അമ്മയെ പെട്ടെന്ന് മനസ്സിലാക്കുന്നു എന്ന് നോക്കാം. അതിന് സീബ്രകൾ ഒരു മാർഗം സ്വീകരിക്കുന്നു. ജനിച്ച ആദ്യത്തെ 3 ദിവസത്തേക്ക് മറ്റ് സീബ്രകളെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരാൻ അമ്മ അനുവദിക്കില്ല. ഈ സമയത്ത് കുഞ്ഞ് അമ്മയുടെ ശരീരത്തിലെ വരകൾ സൂക്ഷ്മമായി പഠിക്കുന്നു. കാഴ്ച മാത്രമല്ല, കേൾവിയും മണവും ഈ സമയത്ത് പഠിച്ചെടുക്കുന്നു. കൂട്ടമായി നിൽക്കുമ്പോൾ സിംഹമോ പുലിയോ ആക്രമിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ബഹളത്തിനിടയിൽ അമ്മയെ കണ്ടെത്തി അമ്മയുടെ സംരക്ഷണത്തിൽ കഴിയാൻ വേണ്ടിയാണിങ്ങനെ. സീബ്രകൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ അവ കൂട്ടമായി ഓടും. കറുപ്പും വെളുപ്പും നിറഞ്ഞ വരകൾ ഒന്നിച്ചു ചേർന്ന് ഓടുമ്പോൾ വേട്ടക്കാരൻ്റെ കണ്ണിൽ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാകുന്നു. ഏതാണ് സീബ്ര എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. സീബ്ര കൂട്ടത്തെ കുറച്ചു നേരം നമ്മൾ നോക്കിയാൽ പോലും നമുക്കും ഓപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാകും. ചില സമയത്ത് ശത്രുക്കൾ വരുമ്പോൾ സിക്സ് സാഗ് രീതിയിൽ ഓടും. ഇത് പെട്ടെന്ന് ദിശ മാറാനും വേട്ടക്കാരനെ ആശയക്കുഴപ്പത്തിലാക്കാനും സഹായിക്കുന്നു. മറ്റൊരു രീതിയാണ് ശത്രുക്കൾ അടുത്തെത്തിയാൽ അർദ്ധവൃത്താകൃതിയിൽ നിന്ന് ഒരുമിച്ച് ശത്രുവിനെ നോക്കി നിൽക്കും. ഇത് ശത്രുവിന് ഏതിനെ ആക്രമിക്കണം എന്ന ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. മറ്റൊരു പ്രതിരോധമാണ് കുട്ടികളെയും പ്രായമായവരെയും നടുവിലാക്കി കൂട്ടത്തിലെ ശക്തിയുള്ള സീബ്രകൾ പുറത്ത് വരിവരിയായി നിൽക്കും. ശത്രുവിന് കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്തണമെങ്കിൽ ഈ പ്രതിരോധം തകർക്കണം. ചവിട്ടാണ് പ്രധാന പ്രതിരോധ മാർഗം. 3000 PSI ശക്തിയുണ്ട് ഇവരുടെ ചവിട്ടിന്. നല്ലൊരു ചവിട്ട് കൊണ്ടാൽ സിംഹം പോലും മരിച്ചു പോകും. മുഖത്തോ താടിയെല്ലിനാണോ കൊള്ളുന്നതെങ്കിൽ താടിയെല്ല് തകർന്ന് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. സീബ്രയുടെ കറുപ്പും വെളുപ്പുമായ വരകൾ എന്തിനൊക്കെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട പോലെ സിംഹം പോലെയുള്ള വേട്ടക്കാർ ആക്രമിക്കാൻ വരുമ്പോൾ സീബ്രകൾ കൂട്ടത്തോടെ ഓടുമ്പോൾ വേട്ടക്കാരൻ്റെ കണ്ണിൽ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ കാരണം ഏത് ദിശയിലേക്കാണ് ഓടണമെന്ന് മനസ്സിലാകില്ല. ആഫ്രിക്കയിൽ മാരക രോഗം പരത്തുന്ന സെറ്റ്സി ഈച്ചകൾക്കും ഹോഴ്സ് ഈച്ചകൾക്കും ഈ വരകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. അങ്ങനെ ഈച്ചയുടെ കടിയിൽ നിന്നും രക്ഷ നേടുന്നു. സീബ്രയുടെ എയർ കണ്ടീഷനാണ് ഈ വരകൾ.
കറുത്ത വരകൾ ചൂടിനെ വലിച്ചെടുക്കുന്നു, വെളുത്ത വരകൾ ചൂടിനെ പ്രതിഫലിക്കുന്നു. അങ്ങനെ ഒരു എയർ കണ്ടീഷനായി പ്രവർത്തിക്കുന്നു. സീബ്രകൾക്ക് പരസ്പരം തിരിച്ചറിയാനും ഈ വരകൾ സഹായകരമാണ്. സീബ്രയുടെ വരകൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പോലെയാണ്. ഓരോ സീബ്രയ്ക്കും വ്യത്യസ്തമായ വരകളാണ്. സീബ്രയുടെ വരകൾ എല്ലായിടത്തും ഒരുപോലെയല്ല. കഴുത്തിലും ശരീരത്തിൻ്റെ മുൻഭാഗത്തും വരകൾ കുത്തനെ വെർട്ടിക്കലാണ്. എന്നാൽ കാലുകളിൽ ഈ വരകൾ ഹൊറിസോണ്ടലുമാണ്. സീബ്ര മറ്റുള്ള ജീവികൾക്ക് വലിയൊരു സഹായമാണ്. എങ്ങനെയെന്ന് നോക്കാം. പ്രധാനമായി മറ്റ് ജീവികൾക്ക് ഭക്ഷണം ഒരുക്കുന്ന ജീവി. ആഫ്രിക്കയിൽ കാണുന്ന നീളമേറിയതും കടുപ്പമേറിയതുമായ പുല്ലുകൾ മാൻ, വൈൽഡ് ബീസ്റ്റ് തുടങ്ങിയ ജീവികൾക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല. സീബ്ര വന്ന് പുല്ലിൻ്റെ മുകൾ ഭാഗം തിന്നു തീർക്കും. ഇതോടെ നിലത്തോട് ചേർന്ന് കിടക്കുന്ന ഇളം പുല്ലുകൾ തെളിഞ്ഞു വരും. ഇത് സീബ്ര കഴിക്കാതെ മറ്റുള്ള ജീവികൾക്കായി മാറ്റിവെക്കും. സീബ്രയ്ക്ക് ശക്തമായ കാഴ്ചശക്തിയുണ്ട്. നല്ല പനോറമിക് വിഷനും ഉണ്ട്. 360 ഡിഗ്രി കോണുകളിൽ കാണാൻ കഴിയും. നല്ല രാത്രി കാഴ്ചയും ഉണ്ട്. അതുപോലെ ചെവികൾ ഏത് ദിശയിലേക്കും തിരിക്കാൻ കഴിയും. ഒരു റഡാർ പോലെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ശക്തമായ കാഴ്ചയും കേൾവിശക്തിയും ഉള്ളത് കാരണം ശത്രുക്കളുടെ സാന്നിധ്യം പെട്ടെന്ന് മനസ്സിലാക്കാം. ശത്രുക്കൾ വരുന്നത് മനസ്സിലാക്കി പ്രത്യേക ശബ്ദമുണ്ടാക്കി മറ്റു മൃഗങ്ങളെ അറിയിക്കുന്നു. ഉണങ്ങിയ നദി തടാകങ്ങളിൽ കാലുകൾ കൊണ്ട് മണ്ണ് മാറ്റി കുഴിയുണ്ടാക്കി വെള്ളം കുടിക്കുന്നു. ഇത് മറ്റു ജീവികൾക്ക് സഹായകരമാണ്. സീബ്രകൾ കൂട്ടമായി ജീവിക്കുന്ന ജീവി മാത്രമല്ല, കൃത്യമായ കുടുംബ ബന്ധങ്ങളും ഉണ്ട്. സീബ്രകളുടെ കൂട്ടത്തെ ഹിറം എന്ന് വിളിക്കുന്നു. ഈ ഹിറത്തിൽ ഒരു ശക്തമായ ആൺ സീബ്രയും ഏതാനും പെൺ സീബ്രകളും അവരുടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കും. ഇതിൽ പ്രായം കൂടിയ പെൺ സീബ്രയായിരിക്കും മിക്കപ്പോഴും കുടുംബത്തെ നയിക്കുന്നത്. ഇവർ തമ്മിലുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നത് പരസ്പരം കഴുത്തിലും പുറത്തും കടിച്ചും വൃത്തിയാക്കിയുമാണ്. ഇതുവഴി ചൊറിച്ചിൽ മാത്രമല്ല, മാനസിക സമ്മർദ്ദവും ഒഴിവാകുന്നു. സ്വന്തമായി കുടുംബമില്ലാത്തവരാണ് ചെറുപ്പക്കാരായ ആൺ സീബ്രകൾ. 2 മുതൽ 3 വയസ്സാകുമ്പോൾ ആൺ സീബ്രകൾ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകും. ഇങ്ങനെയുള്ള സീബ്രകൾ ചേർന്ന് ബാച്ചിലർ ഗ്രൂപ്പായി ജീവിക്കും. ഈ ഗ്രൂപ്പിൽ കളിച്ചും പരസ്പരം പോരടിച്ചും നല്ല പരിശീലനം നേടി 5 മുതൽ 6 വയസ്സാകുമ്പോൾ പൂർണ്ണ കരുത്ത് നേടി ഗ്രൂപ്പ് വിട്ടു പോകുന്നു. ഒന്നെങ്കിൽ മറ്റൊരു കുടുംബത്തെ വെല്ലുവിളിച്ച് ആ കുടുംബം ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ കുടുംബം വിട്ടു നിൽക്കുന്ന പെൺ സീബ്രകളെ കണ്ടെത്തി പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ലോകത്ത് പ്രധാനമായി 3 തരം സീബ്രകളുണ്ട്. വലിപ്പം, വരകൾ, താമസ സ്ഥലം നോക്കിയാണ് വേർതിരിച്ചിരിക്കുന്നത്. പ്ലെയിൻ സീബ്രകളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വർഗം. സിനിമകളിലും ഡോക്യുമെൻ്ററികളിലും പ്രധാനമായി കാണുന്നത് ഇവരെയാണ്. നല്ല വീതിയുള്ള വരകളും വയറിന് താഴെയും വരകളുണ്ടാകും. ആഫ്രിക്കയിലെ പുൽമേടുകളിൽ കാണുന്നു. മൗണ്ടൻ സീബ്രകൾ പർവ്വതങ്ങളിലും കുന്നുകളിലും കാണുന്നു. വയറുഭാഗത്ത് വരകൾ ഉണ്ടാകില്ല. വരകൾ നേർത്തതുമാണ്. ഇവ 1400 അടി വരെ ഉയരത്തിൽ കാണാൻ കഴിയും. ഇവ നല്ല മലകയറ്റക്കാരാണ്. നമീബിയയിലും ദക്ഷിണാഫ്രിക്കയിലുമുള്ള മലനിരയിൽ കാണപ്പെടുന്നു. ഗ്രേവിസ് സീബ്ര. ഇവ സീബ്രകളിൽ വെച്ച് ഏറ്റവും വലുതും കഴുതയുടെ രൂപത്തോട് സാദൃശ്യമുള്ളതുമാണ്. വളരെ നേർത്ത വരകളും വലിയ വൃത്താകൃതിയിലുള്ള ചെവികളുമുണ്ട്. എത്യോപ്യ, കെനിയ എന്നിവിടങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഇവ വംശനാശ ഭീഷണി നേരിടുന്ന സീബ്ര വിഭാഗമാണ്. സീബ്രയും കുതിരയും കഴുതയുമെല്ലാം ഒരേ ജീനിൽപ്പെട്ട ജീവികളായതുകൊണ്ട് ഇവ പരസ്പരം ബ്രീഡ് ചെയ്ത് സങ്കരയിനം ജീവികളെ ഉണ്ടാക്കുന്നു. സീഡോങ്ക് അല്ലെങ്കിൽ സോങ്കി. ആൺ സീബ്രയും പെൺ കഴുതയും ചേർന്നുണ്ടാകുന്ന ജീവി. സോഴ്സ്. ആൺ സീബ്രയും പെൺ കുതിരയും ചേർന്നുണ്ടാകുന്ന ജീവി. ഇവയുടെ ജീൻ ഒന്നാണെങ്കിലും ക്രോമസോണിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം സീഡോങ്കിനും സോഴ്സിനും പുതിയ തലമുറയെ ഉണ്ടാക്കാൻ കഴിയില്ല. സീബ്രകൾ വെള്ളത്തിൽ കുളിക്കുന്നതിനേക്കാൾ കൂടുതൽ മണ്ണിൽ കുളിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. ശരീരത്തിലുള്ള പേൻ, ചെള്ള്, പ്രാണികൾ ഇവയെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. മണ്ണ് ശരീരത്തിൽ പറ്റിപ്പിടിച്ച് സൺസ്ക്രീൻ പോലെ പ്രവർത്തിച്ച് ശരീരത്തിന് തണുപ്പും സംരക്ഷണവും നൽകുന്നു. ചില സമയത്ത് ചെളിയിൽ ഉരുണ്ട് ചെളി ദേഹത്ത് പിടിപ്പിക്കും. ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ഈ ചെളി ഈച്ചകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇവർ തിന്നുന്ന പുല്ലുകളിൽ സിലിക്ക എന്ന
കടുപ്പമേറിയ പദാർത്ഥം ഉള്ളതുകൊണ്ട് തേയ്മാനം കൂടുതലാണ്. ഇത് പരിഹരിക്കാനാണ് ജീവിതകാലം മുഴുവൻ പല്ല് വളരുന്നത്. ഇവർക്ക് 3 ദിവസം വരെ വെള്ളം കുടിക്കാതെ കഴിയാൻ കഴിയും. വെള്ളം കുടിക്കുന്ന സമയത്ത് മുതലകളും സിംഹങ്ങളും പുലികളുമൊക്കെ ആക്രമിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു സീബ്ര വെള്ളം കുടിക്കുമ്പോൾ വേറെ സീബ്രകൾ ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ജനിച്ച 10 മിനിറ്റിനുള്ളിൽ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. 1 മണിക്കൂറിനുള്ളിൽ അമ്മയെ പിന്തുടർന്ന് ഓടാൻ സാധിക്കും. 20 വർഷം തുടങ്ങി 30 വർഷം വരെയാണ് സീബ്രയുടെ ആയുസ്. സീബ്രകൾ ഏറ്റവും കൂടുതൽ ക്വാഹ എന്ന ശബ്ദമാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് ആഫ്രിക്കൻ ഗോത്രവർഗ്ഗങ്ങൾ സീബ്രയെ ക്വാഹ എന്നാണ് വിളിക്കുന്നത്. അപകടം മണത്താൽ ബാർക്കിംഗ് സൗണ്ട് ഉണ്ടാക്കുന്നു. ഇത് മറ്റ് സീബ്രകൾക്ക് അലേർട്ട് കൊടുക്കുകയാണ്. സീബ്രകൾ പൊതുവെ ശാന്ത സ്വഭാവക്കാരാണ്. എന്നിട്ടും മനുഷ്യർക്ക് അവരെ മെരുക്കി വളർത്താൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യർ കുറേ ശ്രമിച്ചു, നടന്നില്ല. ശാന്ത സ്വഭാവക്കാരായി കാണുമെങ്കിലും ആക്രമണകാരികളാണിവർ. അപകടം കണ്ടാൽ തിരിഞ്ഞോടാതെ നേരെ നിന്ന് ആക്രമിക്കും. കടിച്ചു പിടിച്ചാൽ മരണം വരെ കടിവിടില്ല. ഒപ്പം ചവിട്ടും കൂടി കിട്ടിയാൽ മരണസാധ്യതയുണ്ട്. അതുകൊണ്ട് മനുഷ്യർ സീബ്രയെ മരിക്കുന്നത് വേണ്ടാന്ന് വെച്ചു. സീബ്ര നിന്നുകൊണ്ടാണ് ഉറങ്ങുന്നത്. നിലത്ത് കിടന്നുറങ്ങിയാൽ ശത്രുക്കൾ വരുമ്പോൾ ഓടി രക്ഷപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണിത്. അതുപോലെ ഗ്രൂപ്പിലെ എല്ലാവരും ഒരുമിച്ച് ഉറങ്ങാറില്ല. കുറച്ചു പേരുറങ്ങുമ്പോൾ മറ്റുള്ളവർ ഉണർന്നിരുന്ന് ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ശക്തമായ സാമൂഹിക ജീവിതവും സംരക്ഷണവും ഒക്കെ ഉണ്ടെങ്കിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ 50% ആദ്യ വർഷങ്ങളിൽ തന്നെ മരിക്കുന്നു. കാരണം കരയിലെ വേട്ടക്കാരും നദിയിലെ മുതലകളും രോഗങ്ങളും മൈഗ്രേഷൻ നടത്തുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളും കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കുന്നു. മറ്റൊരു ദാരുണമായ കാര്യം കൂടിയാണ് ഇൻഫെൻറ്റിസൈഡ്. ഒരു കുടുംബത്തിൻ്റെ നിയന്ത്രണം മറ്റൊരു ആൺ സീബ്ര വന്ന് ആക്രമിച്ച് ഏറ്റെടുക്കുമ്പോൾ മുൻ നേതാവിൻ്റെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്നു. ഇത് സിംഹങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ലോകത്തിൽ സീബ്രകൾ കാണപ്പെടുന്നത് ആഫ്രിക്കയിൽ മാത്രമാണ്. സീബ്രയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.